തിരുവനന്തപുരം മണക്കാട് ദമ്പതികളെ അടുത്ത ബന്ധുക്കൾ അർദ്ധരാത്രി വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് പരാതി. അക്രമി സംഘം 5 വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞെന്നും ആരോപണമുണ്ട്. പ്രതികളിൽ ഒരാൾക്കെതിരെ മൊബൈൽ മോഷണത്തിന് പരാതി നൽകിയതാണ് ഈ അക്രമത്തിന് കാരണം. ഫോർട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഓമനക്കുട്ടന്റെ വീട്ടിൽ നിന്നും പിതാവിന്റെ സഹോദരൻ ഫോൺ മോഷ്ടിച്ചു എന്ന പരാതി പോലീസിൽ നൽകിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഇന്നലെ രാത്രിയിൽ ഓമനക്കുട്ടനെ വഴിയിൽ വെച്ച് പിതൃ സഹോദരനും മറ്റു സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചു. ഓമനക്കുട്ടനും ഭാര്യയും സഹോദരനും ആശുപത്രിയിൽ പോയി വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ അക്രമി സംഘം ഇവരുടെ വീട് അടിച്ചു തകർക്കുകയായിരുന്നു. 31-കാരനായ ഓമനക്കുട്ടനെയും ഭാര്യ അതുല്യയെയും ഓമനക്കുട്ടന്റെ സഹോദരൻ ജയക്കുട്ടനെയും മർദ്ദിച്ചു എന്നും 5 വയസ്സുള്ള കുഞ്ഞിനെ എടുത്തെറിഞ്ഞു എന്നുമാണ് പരാതി. ഫോൺ മോഷ്ടിച്ചതിനെ തുടർന്ന് ഞങ്ങൾ കേസ് കൊടുത്തു. അതിൻ്റെ വൈരാഗ്യത്തിൽ വീട്ടിൽ കയറി ഭർത്താവിൻ്റെ കൊച്ചിച്ചനും കൊച്ചിച്ചൻ്റെ ഭാര്യയും ഭർത്താവിൻ്റെ സഹോദരനും അവൻ്റെ 2 കൂട്ടുകാരന്മാരും കൂടെ ചേർന്ന് വീട്ടിൽ വന്ന് ഭർത്താവിൻ്റെ അനിയനെ വെട്ടുകയും ഞങ്ങളെല്ലാവരും ഉപദ്രവിക്കുകയും ഭർത്താവിനെയും മാരകായുധങ്ങളും വാളൊക്കെ വെച്ച് വെട്ടുകയൊക്കെ ചെയ്തു. അതെല്ലാം വീട്ടിലെ സകല സാധനങ്ങളും അടിച്ച് നശിപ്പിച്ചു. ആക്രമിക്കപ്പെട്ട ഓമനക്കുട്ടനും സഹോദരനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടും വീട്ടിലെ സകല വെളിയിലെ വീട്ടിൻ്റെ പുറത്തുള്ള ഓരോന്നും നശിപ്പിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് പോലീസിൻ്റെ വരുന്ന വണ്ടിയിൽ എന്തോ സൗണ്ട് കേട്ട് ഓടി രക്ഷപ്പെട്ടു. അതിനുശേഷമാണ് ഞങ്ങൾ വെളിയിറങ്ങിയത്. വീട് മൊത്തം ഇല്ലാതാക്കി ഇട്ടിരിക്കുകയാണ്. കുടുംബ പ്രശ്നമാണ് അക്രമ സംഭവങ്ങൾക്ക് കാരണമെന്ന് ഫോർട്ട് പോലീസ് അറിയിച്ചു. വീട് ആക്രമണവുമായി ബന്ധപ്പെട്ട് ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. 24 തിരുവനന്തപുരം.